വലതുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ അധികാരം ആർക്കാണ്? ആർക്കാണ്? ഈശോയ്ക്കാണ്. ഏത് ഈശോയ്ക്കാ? ഏത് ഈശോയ്ക്കാ? പറഞ്ഞോണം, എൻ്റെ ഈശോയ്ക്ക്. പറഞ്ഞേ ഹല്ലേലൂയ. ആർക്കാണ് അധികാരം? എൻ്റെ ഈശോയ്ക്ക്. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിരുന്നൊരു വചനമില്ലേ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. പൗലോസ്ലീഹ പറയാണ്, ഏത് ദൈവം? എൻ്റെ ദൈവം. എൻ്റെ ദൈവം നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ അനുഗ്രഹിക്കും. ഏത് ഈശോ അനുഗ്രഹിക്കും? എൻ്റെ ഈശോ. ആരെ അനുഗ്രഹിക്കും? എന്നെ അനുഗ്രഹിക്കും. അത് മാത്രം പോരല്ലോ, അടുത്തിരിക്കുന്നവരെ നോക്കിക്കേ, അവരോട് പറ, എൻ്റെ ഈശോ നിന്നെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 62 എടുക്കാമോ? ഒരു കുഞ്ഞു പ്രാർത്ഥന അവിടെയുണ്ട്. കുഞ്ഞു പ്രാർത്ഥനയാണ്, ഒരു വിശ്വാസം പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥനയാണ്. ഏതൊരു വിഷമത്തിലും ഏതൊരു പ്രതിസന്ധിയിലും ഈശോയുടെ അധികാരം ഏറ്റുപറഞ്ഞ് ഈശോയുടെ മഹത്വം ഏറ്റുപറയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രാർത്ഥനയാണ്. 62-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം അവർക്ക് വായിച്ചേ. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. ഒന്നുകൂടെ അവർക്ക് വായിച്ചേ. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വലതുകൈ തുറന്ന് പിടിച്ചേ, വലതുകൈ ഉയർത്തി പിടിച്ചേ. അവസാനത്തെ വാക്യം മാത്രം. ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്, ദൈവം 1 തവണ അരുളി ചെയ്തു, 2 തവണ ഞാനത് കേട്ടു. എന്താണ് കേട്ടത്? ശക്തി ദൈവത്തിൻ്റെതാണ്. നല്ലതായിട്ട് കൈ ഒന്ന് ഉയർത്തി പിടിച്ച്. 2 തവണ പറഞ്ഞാൽ പോരാ. ദൈവം 1 തവണ പറഞ്ഞു, നമ്മൾ 2 തവണ കേൾക്കുന്നു. അങ്ങനെ ഒരു 3 തവണ ഉറക്കെ പറയണം. അത് ചുമ്മാ ഒരു കൺവെൻഷൻ പന്തലിൽ വലിയൊരു ഒച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളിപ്പോൾ ഉള്ളിൽ ഒരു സങ്കടമോ ഉള്ളിലൊരു പ്രശ്നമോ നിങ്ങളുടെ മുമ്പിലൊരു സങ്കടം എന്തെങ്കിലും ഉണ്ടാവട്ടെ, ശക്തി ആർക്കാണ്? ദൈവത്തിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി രോഗങ്ങൾക്കോ വേദനകൾക്കോ സങ്കടങ്ങൾക്കോ മനുഷ്യർക്കോ പിശാചിനോ അല്ല. ശക്തി ആർക്കാണ്? ശക്തി ദൈവത്തിൻ്റെതാണ്. ദൈവം 1 തവണ അരുളി ചെയ്തു, 2 തവണ ഞാനത് കേട്ടു, ശക്തി ദൈവത്തിൻ്റെതാണ്. അവസാനത്തെ വാക്യം 3 തവണ നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നു, ശക്തി ദൈവത്തിൻ്റെതാണ്. പറ, ശക്തി ദൈവത്തിൻ്റെതാണ്. ഒരിക്കൽ കൂടി പറഞ്ഞേ, ശക്തി ദൈവത്തിൻ്റെതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അത് നിങ്ങളെപ്പോഴും പ്രഖ്യാപിച്ചോണം. എന്ത് പ്രതിസന്ധി വരുമ്പോഴും എന്ത് സങ്കടം വരുമ്പോഴും ഇത് ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞേക്കണം, ശക്തി ഇവർക്കല്ല, ശക്തി ആർക്കാണ്? പറ, ഏത് ദൈവത്തിനാണ്? എൻ്റെ ദൈവത്തിനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം മുട്ടുവേദന നടുവേദനയും എല്ലാം വരുമ്പോഴത്തേനും പറയണം, ശക്തി ആർക്കാണ്? എൻ്റെ ദൈവത്തിനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഒരു ശക്തി തന്നിട്ടുണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം, ശക്തി ദൈവത്തിൻ്റെതാണ്. നമ്മൾ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലുന്നില്ലേ? എൻ്റെ തുടക്കം എങ്ങനെയാണ്? നിങ്ങളുടെ ഈ രാജ്യത്ത് എങ്ങനെയാണ് വിശ്വാസ പ്രമാണം തുടങ്ങുന്നത്? സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ നമ്മളിങ്ങനെ വിശുദ്ധ കുർബാനയുടെ സമയത്തോ അല്ലെങ്കിൽ ജവമാല ചൊല്ലുമ്പോഴൊക്കെ പെട്ടെന്ന് റാൻഡമായിട്ട് പെട്ടെന്ന് ചെല്ലിപ്പോവും. അത് നിർത്തി ബാക്കി എവിടെയെങ്കിലും ശ്രദ്ധ തെറ്റിയാലും ആദ്യത്തെ ആ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ ആ ലൈന് നിങ്ങളുടെ ശ്രദ്ധ തെറ്റരുത്. നല്ല ബോധ്യത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. സർവശക്തനായ ദൈവത്തിൽ. ഏത് ദൈവത്തിൽ? സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മത്തായി 28:18 സർവശക്തി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഈശോയ്ക്കാണ്. 62-ാം സങ്കീർത്തനം 11-ാം വാക്യം അത് തന്നെ നമ്മളോട് പറയുക, ശക്തി ദൈവത്തിൻ്റെതാണ്. ഓരോ തവണ നമ്മൾ വിശ്വാസ പ്രമാണം ഏറ്റു പറയുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കൃപ നിറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നമ്മൾ ആ വിശ്വാസം ഏറ്റു പറയാണ്, സർവശക്തനായ ദൈവം. നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലാറില്ലേ? ചിലരിങ്ങനെ എന്നോടിങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വലിയ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടിയതായിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടോ? ബാക്കി പ്രാർത്ഥനയൊക്കെ ഒഴിവാക്കി ഇന്നു മുതൽ അത് തന്നെ ചെല്ലിയേക്കാം. അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. വലിയ പ്രതിസന്ധിയൊക്കെ വരുമ്പോഴത്തേനും ഇത് പ്രാർത്ഥിച്ചോളാം. ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇന്നൊന്ന് മനസ്സിൽ നിങ്ങളുടെ സെഷന് കയറുന്നതിന് മുമ്പ് ഒരു ഓർമ്മ അങ്ങനെ വന്നതുകൊണ്ട് ഞാനൊരു 33 തവണ ചൊല്ലിയിട്ടാണ് ഇന്ന് കയറിയേക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എന്നെ അത്ഭുതം സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എൻ്റെ ഉള്ളിൽ നിയോഗമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കൊന്ന് പ്രാർത്ഥിക്കാനൊരു പ്രേരണ കിട്ടി. 33 തവണ വിശ്വാസ പ്രമാണം ചെല്ലാൻ. നിങ്ങൾ ഇന്ന് സാധിക്കുമെങ്കിൽ ചെല്ലിക്കോ. നമ്മൾ 33 തവണയോ 100 തവണയോ ഒറ്റ തവണയോ ചെല്ലുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ബോധ്യം ഇതാണ്, സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട പൗലോസ്ലീഹയുടെ സുന്ദരമായ ഒരു എഴുത്താണ് 2 തിമോത്തി 1:12. ബൈബിൾ ഉള്ളവരത് എടുക്കാം. 2 തിമോത്തി ചാപ്റ്റർ 1 വേഴ്സ് 12. 2 തിമോത്തി 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പൗലോസ്ലീഹ തനിക്കുണ്ടായ കുറേ സഹനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട ശിഷ്യനായ തിമോത്തിയോട് പറയാണ്, മോനെ, ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി സഹനങ്ങളുണ്ട്, പക്ഷെ ഞാനിതിലെല്ലാം പിടിച്ചു നിൽക്കും. എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? നിങ്ങൾ ഈ വചനം ഇത് മനസ്സിലാക്കുമ്പോൾ നന്നായിട്ട് ഹൃദയത്തിലോട്ട് ഇത് ഏറ്റെടുക്കണം. നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കണം.
പൗലോസ്ലിഹ തൻ്റെ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പൗലോസ്ലിഹായ്ക്ക് സംഭവിച്ചൊരു കാര്യമായിട്ടല്ല, ഇത് നമ്മുടെ ജീവിതത്തിലും ഈ വചനം മാംസം ധരിക്കണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഇത് നൂറുമേനി ഫലം ചൂടണം. പൗലോസ്ലിഹ തിമോത്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് ഒത്തിരി സഹനങ്ങളുണ്ടായി, ഒത്തിരി വേദനകളുണ്ടായി, പക്ഷെ ഞാൻ ഇതിലെല്ലാം പിടിച്ചു നിൽക്കും. ഞാനതിൽ നാണം കെടുന്നില്ല, ഞാനതിൽ നിന്ന് പിന്നോട്ട് പോവില്ല. ഈ സഹനം ഇനി കൂടിയാലും ഞാൻ പിടിച്ചു നിൽക്കും. അതിനുള്ളൊരു വലിയ കാരണം പൗലോസ്ലിഹ പറയണം. വചനം ശ്രദ്ധിച്ച് കേട്ടെ, 2 തിമോത്തി 1:12. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. എല്ലാവരും ഒന്ന് ചേർന്നത് ഓർക്കം ഒരുമിച്ച് വായിച്ചേ. ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമുക്ക് എല്ലാവർക്കും ഇത് പറയാൻ പറ്റണം. നമുക്ക് വലിയ സഹനങ്ങൾ, നമുക്കുണ്ട് വേദനകൾ, സങ്കടങ്ങൾ, നമ്മുടെ മുമ്പിൽ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ, ദുശീലങ്ങൾ, ഒത്തിരി കുമ്പസാരിച്ചിട്ടും തിരിച്ചു കയറി വരാൻ പറ്റാത്ത രീതിയിൽ വലിയ പടുകുഴികൾ, വലിയ ദുഃഖങ്ങൾ, നിരാശ എല്ലാം ഉണ്ട് നമ്മുടെ മുമ്പിൽ. കയറി വരാൻ പറ്റുന്നില്ല. കയറി വരാനുള്ള ഒറ്റ കാര്യം, ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് ഓർത്തേക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത്, ഒരു പുറത്തൊരു രാജ്യത്ത് ധ്യാനിപ്പിക്കാൻ പോയി. അവിടെ ഇങ്ങനെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു സെഷൻ പ്രത്യേകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 ദിവസത്തെ 3 വൈകുന്നേരത്തെ ഒരു സെഷനാണ്. വലിയവർക്കും കുഞ്ഞുങ്ങൾക്ക് വെച്ചാൽ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സെഷൻ്റെ സമയത്ത് 2-ാം ദിവസം വൈകുന്നേരം ഒരു പെൺകുട്ടി, ഒരു 18-19 വയസ്സുള്ള ഒരു പെൺകൊച്ചാണ്. കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, മോക്കെല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായി. നീ ഇന്നലെ വന്നില്ലേ? ഞാൻ ഇന്നലെ വന്നായിരുന്നു. ഇന്നലെ പറഞ്ഞത് മനസ്സിലായോ? ഇന്നലെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലെന്ന്. ആദ്യത്തെ ദിവസം സാധാരണ വളരെ ലൈറ്റായിട്ടേ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. എന്നിട്ടും ആ കൊച്ചിനത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, അതെന്നാ കട്ടിയായി പോയോ? അവൾ വളരെ നിഷ്കളങ്കമായിട്ട് എന്നോട് പറഞ്ഞു, ഇല്ലച്ചാ എൻ്റെ കെട്ട് മാറിയിട്ടില്ലായിരുന്നു. കെട്ട് മാറിയിട്ടില്ലെന്ന്. കെട്ട് മാറിയിട്ടില്ലെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എന്താ, ഓക്കെ പിശാച് എന്തോ കെട്ടിയിട്ടേക്കുന്നു, എന്തോ ബന്ധനത്തിലാണ്, 2-ാം ദിവസം ആ കെട്ടഴിഞ്ഞു. ആ കെട്ടല്ല, അവൾ നന്നായിട്ട്, പിന്നെ നിങ്ങൾക്ക് ഈ മദ്യം, ലഹരി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടോ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവള് നല്ല 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 മൂത്ത് നിൽക്കുകയാണ്. ധ്യാനത്തിന് വന്നത് എന്തോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ്. നിങ്ങളാരും അങ്ങനെയൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ദൈവത്തിന് സ്തുതി. ഇവൾക്ക് ധ്യാനത്തിന് വന്നത് എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി അഡിക്ഷനൊക്കെ ഉണ്ടായിരുന്നു. 2-ാം ദിവസം എന്തായാലും അത് വേണ്ടാന്ന് വെച്ച് അവൾ ഇരുന്നു. 3-ാം ദിവസം അവൾ എന്നോട് ചോദിച്ചു, അച്ഛന് വേണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, നമ്മൾ പണ്ടേ ഫിറ്റാണ്. അല്ല ഇവിടെ നല്ല സാധനം കിട്ടുന്നുണ്ട്. രാജ്യമൊന്നും പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ട് മാത്രം പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ നോക്കും. നിസ്സാരമായിട്ട് എടുക്കില്ല. ഈ കുഞ്ഞിൻ്റെ ജീവിതം മുഴുവൻ ഈ 18-19 വയസ്സിൽ അത്ര വലിയ മുറിവുകളുണ്ടായി. ഒരു അല്പം പ്രൈവസി ഉള്ളതുകൊണ്ടാണ് പബ്ലിക്കിൽ അത് പറയാത്ത. അത്ര വലിയ മുറിവുകളുണ്ടായ ഒരു കുഞ്ഞാണ്. 3-ാം ദിവസം ഇവിടെ എന്നോട് ഇങ്ങനെ ചോദിച്ചു, അച്ഛന് നല്ല സാധനം ഞാൻ മേടിച്ചു തരാം, നാട്ടിൽ കൊണ്ടുപോകോളാൻ പറഞ്ഞു. നാട്ടിൽ നല്ലത് കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ച്, കർത്താവേ എന്നോട് ഇങ്ങനെ പറയാനൊക്കെ ഇതിന് തോന്നല്ലോ. നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞു പോകുന്നതായിരിക്കും, ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പറഞ്ഞു പോയി. കുഞ്ഞിനോട് കുറച്ച് നേരത്തെ സംഭാഷണത്തിൽ ഈ 3-ാം ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളിങ്ങനെ ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾക്കുണ്ടായ സങ്കടങ്ങൾ, വേദനകൾ ഞാൻ ശരിക്കും വിചാരിച്ചു, കർത്താവ് ഇതെങ്ങനെ പിടിച്ചു നിന്നു, ഈ കൊച്ചെങ്ങനെ പിടിച്ചു നിന്നു. ഞാനാണെങ്കിൽ ആ വേദന വന്നാൽ 3 തവണ അറ്റാക്ക് മിനിമം ഉണ്ടാവും. അത്രയും വലിയ വേദനയാണ്, അത്രയും വലിയ. നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവും. അത്രയും വലിയ സങ്കടം ഈ അതിൻ്റെ കുഞ്ഞ് ജീവിതം കൊണ്ട് ഇങ്ങനെ സഹിക്കേണ്ടി വന്നു. ഈ ആ ഒരു സ്ഥലത്ത് വെച്ച് വലിയൊരു വിശ്വാസവഞ്ചനയൊക്കെ നേരിടേണ്ടി വന്നു. ജീവിതം തീർന്നു പോയ പോലത്തെ ഒരു അവസ്ഥ. ഈ കുഞ്ഞെന്നിട്ട് കുറേ സംസാരിച്ചു, ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്തോട്ട് വരുന്നില്ല. എന്തായാലും 2-3 ദിവസത്തെ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ, ആരാധനയൊക്കെ കൂടി ശരിക്കും അവൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തി. ടോക്കുകളല്ല, പിന്നെ ബാക്കി സമയങ്ങളല്ല, എനിക്ക് ആരാധനയുടെ സമയത്ത് എനിക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റി. ഈശോയുടെ സ്നേഹം കിട്ടിയതുകൊണ്ട് വേറെ ഒരു ലഹരിയും എനിക്കിനി വേണ്ട എന്ന് ഇവൾ സാക്ഷ്യപ്പെടുത്തി. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, 2 ലഹരി ഒരുമിച്ച് വർക്ക് ചെയ്യണം. അവളൊരു ആത്മീയ കണ്ണുകളോടെ അതിനെയൊക്കെ കാണാൻ അവൾക്ക് പറ്റി. അവൾ പറയണം, ഇത്രയും നേരം എന്നെ ആശ്വസിപ്പിച്ചിരുന്നത്, ഇത്രയും നാൾ എൻ്റെ സങ്കടങ്ങളെ മറന്നു കളയാൻ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് ഈ ലഹരിയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈശോ എന്ന സ്നേഹം, ആ സ്നേഹമാകുന്ന ലഹരി കിട്ടി. ഇനി ഇത് മറന്നു പോയില്ലെങ്കിലും ഞാൻ മുന്നോട്ട് നീങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൊച്ച് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ആ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് കൊച്ചിങ്ങനെ 3 ദിവസവും എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ഡ്രസ്സിങ് ശ്രദ്ധിച്ചോ, എപ്പോഴും അച്ഛന്മാർ ലോഹി ഇടുന്ന പോലെ പിന്നെ കൈനീളമുള്ള ഉടുപ്പാണ് 3 ദിവസം ഇട്ടുകൊണ്ടിരുന്നത്. ഒരു ഹൂഡിയൊക്കെ ഇട്ട് നല്ല പിടിക്കിയ ഒരു കുഞ്ഞ്. എന്നിട്ട് ഇവളെന്നോട് പറഞ്ഞു, അച്ഛന് പേടി വരത്തില്ലെങ്കിൽ ഞാൻ ഒരു കൂട്ടം കാണിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണിക്ക്. എന്നിട്ട് ഈ കൊച്ചിങ്ങനെ 2 കൈ ഇങ്ങനെ തെറുത്ത് കയറ്റി വെച്ചു മുകളോട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു എന്നല്ല, ഇതിലേക്കൂടെ ഒരു ആന്തൽ കയറി വന്നിരിക്കും.
ആരുടെയെങ്കിലും ദേഹത്ത് മുറിവുകൾ കാണുമ്പോൾ നമുക്ക് വരുന്നൊരു ഒരാളലുണ്ടല്ലോ, ഈ കൊച്ചിൻ്റെ കൈ രണ്ടും ഇങ്ങനെ മുറിച്ച് വെച്ചേക്കാണ്. നമ്മൾ ഈ മീന് മസാല വെക്കില്ലേ, അതുപോലെ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കാം. കുറേ ഫ്രഷ് ആയിട്ടുള്ള മുറിവുകൾ, കുറേ ഉണങ്ങിയത്, കുറേ മുറിവ് ഉണങ്ങിയ അതിൻ്റെ ആ വെള്ള പാടുകൾ. ഞാൻ ചോദിച്ചേടി നിനക്ക് വേദനയൊന്നും ഇല്ലേ? അവൾ പറഞ്ഞ വെച്ചാൽ ആദ്യത്തെ തവണ വേദനിച്ചു തോന്നുന്നു, പിന്നെ വേദനയില്ല. കാരണം അവൾ പറഞ്ഞതനുസരിച്ച് ഇപ്പം ഈ കൈകൾ മുറിച്ച് വെച്ചേക്കുന്നല്ല, അതിനേക്കാട്ടും വലിയ വേദന അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞ് അതിനകത്ത് നിന്നൊക്കെ ചാടിക്കയറി പോന്നു. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അതിൻ്റെ ആ ഒരു കഴിഞ്ഞ 2024 എൻ്റെ ഓർമ്മ. ഈ കുഞ്ഞ് നാട്ടിൽ അവധിക്ക് വന്ന സമയത്ത് പാമ്പാടിയിൽ ഞങ്ങളുടെ ധ്യാനേന്ദ്രത്തിൽ വന്നു. വളരെ പ്രകാശത്തോടു കൂടി ഇടുന്നു. അവൾ അന്ന് സാക്ഷ്യപ്പെടുത്തിയത് ആ ധ്യാനം തീരുന്നൊരു ദിവസത്തേക്ക് മാത്രമായിരുന്നില്ല, അവളുടെ ജീവിതത്തെ മുഴുവൻ അടുത്തൊരു ലെവലിലേക്ക്, ആനന്ദത്തിൻ്റെ ലെവലിലേക്ക് ഉയർത്താൻ, മഹത്വത്തിലേക്ക് ഉയർത്താൻ ഈശോ എന്നൊരു ലഹരി അവൾക്ക് അന്ന് ആ ആരാധനയുടെ സമയത്ത് ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. അവൾ തീരുമാനിച്ചതാണ്. നമ്മൾ ഈ ഒരു സാക്ഷ്യം പോലെ ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണം, നമുക്ക് ഇങ്ങനെയുള്ള സങ്കടങ്ങൾ, വേദനകൾ, തിരിച്ചു കയറി വരാൻ പറ്റാത്ത രീതിയിലുള്ള കുഴികൾ, മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഴിഞ്ഞ കാലം, നമ്മളെ വീണ്ടും വേദനയിലേക്ക് നയിക്കുന്ന കഴിഞ്ഞ കാലത്തിൻ്റെ കെട്ട ഓർമ്മകൾ, ഇതൊക്കെ നിൽക്കുമ്പോഴും ഇതിനെ മറന്നു കളയാനല്ല, ഇതിൻ്റെ മുകളിലോട്ട് ചാടിക്കയറാൻ, മഹത്വത്തിലോട്ട് കയറണമെങ്കിൽ ഈശോയാകുന്ന സ്നേഹത്തിൻ്റെ ലഹരി നമ്മുടെ ഉള്ളിലേക്കും ഇഞ്ചക്റ്റ് ചെയ്യപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ തീരുമാനിക്കേണ്ടതും നമ്മളെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് ഇതാണ്. എൻ്റെ കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങൾക്കോ, ഇപ്പം എന്നെ തൽക്കാലം ആശ്വസിപ്പിക്കുന്ന ചില വ്യക്തികൾക്കോ, ചിലപ്പോൾ എൻ്റെ വേദനകളെ മറന്നു കളയാൻ വേണ്ടി എന്നെ സഹായിക്കുന്ന ആശ്വാസത്തിൻ്റെ ചില വാക്കുകൾക്കോ അല്ല, ഈശോയ്ക്കാണ് ശക്തി. ഈശോയ്ക്ക് മാത്രം, എൻ്റെ ഈശോയ്ക്കാണ് ശക്തി. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അസ്വസ്ഥതകളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ പരാജയങ്ങളിൽ, എന്നെ പരാജയപ്പെടുത്തിയവർക്കോ ഓർമ്മകൾക്കോ കഴിഞ്ഞ കാലത്തിനോ അല്ല, ഈശോയ്ക്ക് മാത്രമാണ് ശക്തി. ഉറക്കെ പറയാം ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ നമ്മളോട് പറഞ്ഞു തരികയാണ്, എനിക്ക് പീഡനങ്ങളുണ്ട്, നാണം കെടുന്ന അനുഭവങ്ങളുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സങ്കടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട്. പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് കത്തെഴുതുന്ന സമയത്ത് നിങ്ങൾ വായിക്കുന്നുണ്ട്, പൗലോസ് ശ്ലീഹയ്ക്ക് ഉണ്ടായ സഹനങ്ങൾ, വേദനകൾ, കപ്പൽ ഛേദം, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നു, ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെടുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നു, ഒത്തിരി സങ്കടങ്ങൾ. പക്ഷെ പൗലോസ് ശ്ലീഹ തിമോത്തിയോട് പറയാണ്, മോനെ ഞാൻ ഇതിൽ ലജ്ജിക്കുന്നില്ല. എനിക്കുണ്ടായ ഒരു സങ്കടത്തെയും എനിക്കുണ്ടായ ഒരു സഹനത്തെയും ഓർത്ത് ഞാൻ നാണം കെടുന്നില്ല. ഒറ്റ കാരണം, ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാലോ ആരിലാണ് നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? സർവശക്തനായ ഈശോയിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സങ്കടങ്ങളില്ലെന്നോ, വേദനകളില്ലെന്നോ, രോഗങ്ങളില്ലെന്നോ ഒന്നുമല്ല, ഈ പ്രശ്നങ്ങളില്ല, കടങ്ങളില്ല, രോഗങ്ങളില്ല എന്നല്ല, ഇതെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സഭയുടെ മതബോധനം എന്ന് നമ്മളോട് പറഞ്ഞു തരും, വിശ്വസിക്കുക എന്നാൽ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. ടു ബിലീവ് മീൻസ് ടു ഹോൾഡ് ഓൺ. വിശ്വസിക്കുക എന്നാൽ മുറുകെ പിടിക്കുക. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈശോയെ മുറുകെ പിടിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഈശോയെ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈശോയിൽ മുറുകെ പിടിക്കുന്നു. എനിക്ക് എന്ത് വന്നാലും കാറ്റടിച്ചാലും കോളടിച്ചാലും എന്ന് വെച്ചാൽ കോളടിക്കുക എന്നല്ല, തിരമാലകൾ അടിച്ചാലും എന്തു വന്നാലും ഞാൻ ഈശോയിൽ ആശ്രയിക്കുന്നു. ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെ, ശ്രദ്ധിക്കണം, നമ്മൾ ഈ ദിവസങ്ങൾക്ക് ഈ ദൈവമഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആധിപത്യം, കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പല കാര്യങ്ങളുടെ മേലും ഒരു കൺട്രോൾ കിട്ടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വായനകൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു ക്രമരാഹിത്യം, ഒരു ശൂന്യത, അന്ധകാരം നമ്മുടെയൊക്കെ ലൈഫിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല. കർത്താവ് മഹത്വത്തോടെ നൽകിയൊരു ജീവിതം ചിലപ്പോൾ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് ഒരു പരുവമായിട്ടൊക്കെ നിൽക്കുകയായിരിക്കും. അതൊന്ന് തിരിച്ചു പിടിക്കണം. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഒരു പ്രേരണ കിട്ടുന്നതാണ്, ഈശോ തന്ന മഹത്വം ചിലപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, അത് തിരിച്ചു പിടിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നമുക്ക് ഈ സൃഷ്ടിയിൽ തന്നെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്നെ മഹത്വത്തോടു കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ച് അയച്ചത്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും വിചാരിക്കും, ദാരിദ്ര്യം പിടിച്ചൊരു വീട്, രോഗമുള്ളൊരു ശരീരം, ഒത്തിരി സങ്കടങ്ങളൊരു ജീവിതം. ഞാൻ കുറച്ച് നേരം നിങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ഉള്ളതും പല ഇടവുകളിൽ നിന്നൊക്കെ വന്ന കുറച്ച് പേരൊക്കെ ഇന്ന് ഞാൻ നോമിളിച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓർത്ത് എന്തോരം സങ്കടങ്ങളുള്ള മനുഷ്യരാണ്, എന്തോരം സങ്കടങ്ങളുള്ള മനുഷ്യർ. അവരോട് നിങ്ങളുടെ ജീവിതം മഹത്തരമാണ്, അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, ദൈവമേ ഇവരോട് എങ്ങനെ പറയും. പക്ഷേ ഇവിടെ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത്
നിങ്ങളുടെ ജീവിതം കർത്താവ് തന്നത് മഹത്വമുള്ള ഒരു ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. തന്നതാരാണ്? ഈശോയാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന ജീവിതവും മഹത്വമുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ അവരെ പോലെ ആയിരിക്കില്ല. അവരുടെ അത്രയും സാമ്പത്തികം ഉണ്ടാവില്ല, അവരുടെ അത്രയും വലിയ വീട് നമുക്കുണ്ടാവില്ല, അവരുടെ അത്രയും വലിയ ഒരു ഉന്നമനം ഒന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചയച്ച കർത്താവ് മഹത്വമുള്ള കർത്താവാണ്. നിന്നെ സൃഷ്ടിച്ചത് മഹത്വത്തോടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കൊള്ളാം അല്ലേ? കാരണം എന്താണ്? ഈശോ നമ്മളെ മഹത്വത്തോടെ സൃഷ്ടിച്ചു. വലതുകൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞേ, ഈശോ എന്നെ മഹത്തരമായി സൃഷ്ടിച്ചു. പറഞ്ഞോ, ഞാൻ കൊള്ളാം. പറഞ്ഞേ, നെഞ്ചൊക്കെ നിർത്തിയിട്ട് പറ, ഞാൻ കൊള്ളാം. വേറെ ആരും പറയാത്തൊന്നുമില്ല, നിങ്ങൾ തന്നെ പറയണം. കർത്താവ് അഹങ്കാരത്തിലല്ല കേട്ടോ, കർത്താവ് തന്ന അഭിമാനത്തിൽ പറയണം, ഈശോ തന്നൊരു ജീവിതം ഞാൻ കൊള്ളാം. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന തോളയിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞേ, നീ കൊള്ളാം. പറ, ആക്കരുത്, പറ നീ കൊള്ളാം. കാരണം എന്താണ്? ഈശോ സൃഷ്ടിച്ചൊരു ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സങ്കീർത്തനം 8 ഒന്നെടുക്കാവോ? മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു തരുന്നൊരു സുന്ദരമായൊരു വചനഭാഗമാണ് സങ്കീർത്തനം 8, സാം നമ്പർ 8. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം എന്ന് പറഞ്ഞൊരു സുന്ദരമായൊരു സങ്കീർത്തനമാണ്. അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം ആരംഭിക്കുക. സങ്കീർത്തനം 8 അതിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം, അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം ആരംഭിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം 5ഉം 6ഉം വാക്യങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനം 8 അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. അടുത്ത വചനം ഇങ്ങനെയാണ്, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈശോ എന്നെ സൃഷ്ടിച്ചത് മഹത്വം തന്നുകൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ മഹത്വപ്പെടുത്തണം, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതം നല്ലതാക്കി മാറ്റണം. വചനം നമ്മുടെ മുമ്പിൽ പറയാണ്, മോനെ മോളെ, നിന്നെ സൃഷ്ടിച്ചത്, ദൈവം നിന്നെ സൃഷ്ടിച്ചത് മഹത്വത്തോട് കൂടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ മഹത്വം എന്ന് വെച്ചാൽ എന്താ? 6-ാമത്തെ വാക്യം, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവൻ്റെ പാദത്തിന് കീഴിലാക്കി. മനുഷ്യന്റെ സൃഷ്ടിച്ചു പറയാണ്, അവനെ മാലാഖമാരെക്കാൾ തൊട്ട് താഴെ സൃഷ്ടിച്ചു, മഹത്വവും ബഹുമാനവും അവന് കൊടുത്തു. മാത്രമല്ല സകലത്തിൻ്റെ മേൽ അധികാരവും ആധിപത്യവും കൊടുത്തു. ആർക്ക്? മനുഷ്യന്, എനിക്ക്, നിങ്ങൾക്ക്. ഈശോ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്കാണ്. സങ്കീർത്തകൻ പറഞ്ഞു തരികയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആധിപത്യത്തോടെ, അധികാരത്തോടെ, മഹത്വത്തോടെയാണ്. നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കുമെങ്കിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. ഈശോ നിന്നെ സൃഷ്ടിച്ചത് ഈശോയെ പോലെയാണെന്ന്. ഇപ്പം നിങ്ങളെ കണ്ട ഈശോ എന്ന ആൾക്കാർ പറയുന്നുണ്ടോ? അതോ ഷോ എൻ്റെ ഈശോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തല കൈവെക്കാണോ അറിയത്തില്ല. നന്നായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഡിഗ്നിറ്റി, സ്വർഗം തന്നിരിക്കുന്ന ഒരു അന്തസ് ഇതാണ്. ദൈവം നിന്നെ ദൈവത്തെപ്പോലെ സൃഷ്ടിച്ചത്, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഈശോയ്ക്കുള്ള മഹത്വം, ഈശോയ്ക്കുള്ള അധികാരത്തോടു കൂടി തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചത്. അവൻ മക്കളെ, മനുഷ്യരെ ദൈവദൂതന്മാരെക്കാൾ തൊട്ട് താഴെ സൃഷ്ടിച്ചു. വലിയ അഭിമാനം, അനുഗ്രഹം, അന്തസ്, ശക്തി, അധികാരത്തോടു കൂടി സൃഷ്ടിച്ചു. ആധിപത്യം അവന് കൊടുത്തു, മഹത്വം കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. വലതുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, അത്ര മിടുക്കികളായിട്ടാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, മഹത്വമുള്ള ജീവിതമാണോ അതോ? വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്, ഈ മഹത്വത്തോടെ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ആ മഹത്വം പോയി. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കും. പാപം ചെയ്ത് മനുഷ്യൻ ആ മഹത്വത്തിന് അയോഗ്യരായി. നമുക്ക് ഇത് ആദ്യത്തെ ഭാഗം സങ്കീർത്തനം 8-ന്റെ 5ഉം 6ഉം കേട്ടപ്പോൾ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കർത്താവ് എന്ത് മഹത്വം കൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചത്? എനിക്ക് എന്ത് മഹത്വം, എനിക്ക് എന്ത് ആധിപത്യം, എനിക്ക് എന്ത് അധികാരം? അത് സത്യമായിട്ടും അങ്ങനെ അധികാരത്തോടു കൂടി തന്നെയാണ്. സർവ്വത്തിൻ്റെ മേൽ, നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാത്തിൻ്റെ മേൽ അധികാരത്തോടു കൂടി തന്നെയാണ് കർത്താവ് സൃഷ്ടിച്ചത്. ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അധികാരത്തോടു കൂടി തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ നമ്മുടെ പാപങ്ങൾ നിമിത്തം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹത്വം നമ്മളിൽ നിന്ന് കൈമോശം വന്നുപോയി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഈശോയോട് നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ എന്നെ മഹത്വപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നാമതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈശോയെ അങ്ങ് തന്ന മഹത്വം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കണം.
ഈശോയോട് പ്രാർത്ഥിക്കണം, എന്നെ മഹത്വപ്പെടുത്തണം. ഒപ്പം തന്നെ ഈശോയുടെ മുമ്പിൽ ഒരു ഉറപ്പ് കൊടുക്കണം, കർത്താവേ നീ എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പാപവും ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് നമ്മളോട് പറഞ്ഞിരുന്നില്ലേ കൊരിന്തോസാർക്ക് കത്തെഴുതുന്ന സമയത്ത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത്, പറഞ്ഞേ, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. അങ്ങനെയാണോ? നിങ്ങൾ എന്തായിരിക്കുന്നു അത്, ഉത്തരം പറയുന്നില്ലല്ലോ. നിങ്ങൾ എന്തായിരിക്കുന്നു അത് നിങ്ങളുടെ കഴിവിനാലാണ്, അല്ലേ? അല്ല. എന്നാ പറ, നിങ്ങൾ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഇത് നമുക്കെല്ലാം പറയാം, ഒരു ധ്യാനം കൂടണം നിർബന്ധമൊന്നുമില്ല. ഈശോയെ ഒരു കുഞ്ഞ് രീതിയിൽ മനസ്സിലാക്കിയ പോലും നമുക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. പക്ഷെ പൗലോസ്ലീഹ പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം, അവൻ എൻ്റെ മേൽ ചൊരിഞ്ഞ ഒരു കൃപ പോലും വെറുതെ ആയി പോയിട്ടില്ല. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്, അവിടുന്ന് എൻ്റെ മേൽ ചൊരിഞ്ഞ ഒരു കൃപ പോലും ഞാൻ നഷ്ടമാക്കിയിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് എന്ന് ഉറപ്പുള്ളവരെന്ന് കൈയെടുത്തിക്കേ. ഞാനിപ്പോൾ എന്താണ്, എൻ്റെ സ്റ്റാറ്റസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സുസ്ഥിതി, എനിക്ക് കിട്ടിയ നല്ല പേര്, എന്തോ ആവട്ടെ, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഉറപ്പാണോ? നിങ്ങളുടെ അടുത്താരെങ്കിലും കൈ പൊക്കുന്നില്ലേ? അവരെ ഒന്ന് തുറച്ചു നോക്കിയാൽ ഉണ്ട്. നമുക്ക് ഉറപ്പാണ് നമ്മൾ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. കൈതാത്താൻ പറയാം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ എൻ്റെ ഈശോ എനിക്ക് തന്ന ഒരു കൃപ പോലും ഞാൻ വെറുതെ ആക്കിയിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം കൈയെടുത്തിക്കേ. ഞാൻ ആദ്യം കൈ കെട്ടാം, നിങ്ങൾക്കൊരു സന്തോഷമാവട്ടെ. എല്ലാവരും കൈ താത്തിയോ? ഇപ്പം അടുത്ത് കൈ പൊക്കി പിടിച്ചിരിക്കുന്നവരെ നന്നായിട്ടൊന്ന് തുറച്ചു നോക്കിക്കോ. എടാ കള്ളി എന്നൊക്കെ വിളിച്ചു. ഇല്ല, നല്ല നല്ല മനുഷ്യരാണ്, നല്ല മഹത്വം കളയാത്ത മനുഷ്യരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. ഞാൻ ഇടയ്ക്ക് കുറച്ച് കളഞ്ഞെന്ന് തോന്നുന്നു, അതാ ഞാൻ കൈയ്യട്ടി വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സോദരങ്ങളെ, നമുക്ക് പറയാൻ പറ്റണം, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം, ഈശോയെ നീ തന്ന അല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കാം. പക്ഷേ ഈശോ നമ്മളിത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, മോളെ, ഞാൻ നിനക്ക് തന്ന കൃപ, ഞാൻ നിനക്ക് തന്ന മഹത്വം നീ കളഞ്ഞോ? അത് കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാപങ്ങൾ. നിങ്ങൾ ദിവസങ്ങളൊക്കെ നന്നായിട്ട് കുമ്പസാരിക്കുന്നു, വചനമൊക്കെ കേട്ട്, ചിലപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ കുമ്പസാരിക്കുന്നവരുണ്ടാകാം, വർഷത്തിലൊരിക്കൽ കുമ്പസാരിക്കുന്നവരൊക്കെ ഉണ്ടാകാം. ആത്മീയസ്ഥിതി പല രീതിയിലാണ്. കൂടെ കുമ്പസാരിച്ച് നല്ല മിടുക്കരായിട്ട് നിൽക്കുന്നവരുണ്ട്. നമുക്കെപ്പോഴും ഈ പ്രലോഭനങ്ങൾ വരും, നമുക്കെപ്പോഴും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. ചില ദുശീലങ്ങൾക്കൊക്കെ നമ്മൾ പെട്ടുപോകും. നിങ്ങളോട് ഇത് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇത് കയറണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പാപം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ കൺവെൻഷനിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് ഈ ഒരു ബോധ്യം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പാപം എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ വരുത്തി, പാപം എൻ്റെ ജീവിതത്തിൽ സന്തോഷം എടുത്ത് കളഞ്ഞു, പാപം എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കൊണ്ടുതന്നു, ഇതൊന്നുമല്ല. അതിനേക്കാൾ മുകളിൽ പാപം ഒരാളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നത് ദൈവം തന്ന മഹത്വമാണ്. ക്ലിയർ ആണോ? പാപം എടുത്തു കളയുന്നത് എന്താണ്? പാപം നശിപ്പിച്ച് കളയുന്നത് എന്താണ്? എന്നെ ദൈവം മഹത്വത്തോടുകൂടി, അധികാരത്തോടുകൂടി സൃഷ്ടിച്ചു. മഹത്വം എന്ന് വെച്ചാൽ സർവത്തിൻ്റെ മേൽ അധികാരം. നിങ്ങൾ ഓർത്ത് നോക്കി, ഇപ്പം എന്ത് കണ്ടാലും ചിലപ്പോൾ നമുക്ക് പേടിയാണ്. വാഴയില ഒന്ന് അനങ്ങിയാൽ, വാഴയില ഇനി അനങ്ങിയില്ലെങ്കിൽ പേടി. ഇന്നലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു മൂർഖം പാമ്പ്. എൻ്റെ കൂടെയുള്ള പയ്യൻ ഞെട്ടി വിറച്ചു. ഞാൻ ഞെട്ടിയില്ല, കാരണം ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു നേരത്തെ. അവനിച്ചിരി താമസിച്ചാണ്. പാമ്പിനെ കണ്ട പിന്നെ നിങ്ങൾ ഞെട്ടത്തില്ലേ? ഞാനും ഞെട്ടും. ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് ഞെട്ടിയില്ല. ഈ ഭയം എന്നൊരു സാധനം നമ്മുടെ എല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മൾ പേടിക്കും, സകലതയും പേടി, മനുഷ്യരെ പേടി. വീടിൻ്റെ മുറ്റത്തൊരു മുട്ട കണ്ടാൽ, പണ്ടാണെങ്കിൽ നമ്മൾ കൊണ്ട് പൊരിച്ചേനെ, ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തൊരു മുട്ട കണ്ടാൽ പേടിക്കും. സകലത്തിനെ നമ്മൾ പേടിക്കും. നേരത്തെ മനുഷ്യരോട് നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. ഇപ്പം എല്ലാവരോടും സംശയം, എല്ലാവരോടും പേടിയൊക്കെയാണ്. ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പേടി, അസ്വസ്ഥത, ഒന്നിൻ്റെ മേൽ അധികാരമില്ല, ഒന്നിൻ്റെ മേൽ. നമുക്ക് പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു, നമ്മളിങ്ങനെ ചാഴിയൊക്കെ വിലക്കി പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. നമ്മളിങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. അച്ഛന്മാർ അവിടെ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നു, ഈശോയെ നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇപ്പം ധ്യാനങ്ങൾ കൂടി, കൺവെൻഷനുകൾ കൂടി, നമ്മളും കുറെ കൂടി, പക്ഷേ വിശ്വാസം നേരെ താഴോട്ട് പോയി, പേടി മുകളിലെത്തി. ഈ അധികാരം നഷ്ടപ്പെട്ടു പോയി. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഒറ്റ കാരണം, മറ്റൊന്നിലേക്ക് നിങ്ങൾ നോക്കണ്ട, ഒറ്റ കാരണം, പാപം ചെയ്തപ്പോൾ മഹത്വം നഷ്ടപ്പെട്ടു. മഹത്വം പോയ ഒരാൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. പിന്നെ അധികാരമില്ലാത്തവൻ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരമില്ലാത്തവൻ ശാസിച്ചാൽ പിശാച് പോവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചുറ്റും നിന്നവരൊക്കെ പറഞ്ഞില്ലേ, ശത്രുക്കൾ പോലും പറഞ്ഞു, അധികാരമുള്ളവനെ പോലെ അവൻ പഠിപ്പിക്കുന്നു. അവൻ പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവൻ പറയുമ്പോൾ പിശാച് വിട്ടുപോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ചവരാണ് നമ്മൾ. എത്രയോ തവണ ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഈശോ നമ്മൾ ഈശോയിലും വസിച്ചവരാണ്. എന്നിട്ടും നമുക്കെന്താ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ
തിന്മയെ ശാസിക്കാൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ, വീട്ടിലുള്ള ഒരു അസ്വസ്ഥതയെ ശാസിച്ച് പുറത്തിറക്കി വിടാൻ എന്തുകൊണ്ടാണ് നമുക്ക് അധികാരമില്ലാത്തത്? അധികാരമില്ലാത്തതിൻ്റെ ഒറ്റ കാരണം മഹത്വം നഷ്ടപ്പെട്ടു. മഹത്വം നഷ്ടപ്പെട്ടതിൻ്റെ ഒറ്റ കാരണം പാപം ചെയ്തു. അതുകൊണ്ട് ഫോക്കസ് ചെയ്യണം, ശ്രദ്ധ കൊടുക്കണം. എൻ്റെ ഈശോ എനിക്ക് തന്ന അധികാരവും മഹത്വവും നഷ്ടപ്പെടുത്തുന്ന ഒരു പാപവും, അവിടുന്ന് തന്ന കൃപ നിഷ്ഫലമാക്കി കളയുന്ന ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒത്തിരി കുമ്പസാരങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും വീണ് പോകുന്നുണ്ട്. തീരുമാനങ്ങളല്ല, കൃപയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈശോയോട് ഒന്ന് പ്രാർത്ഥിച്ചോളൂ, കർത്താവേ, ഞാനിത് എത്രയോ കുമ്പസാരങ്ങൾ ഏറ്റുപറഞ്ഞു, ഇനി ഒരു പാപം ചെയ്യരുത്, മറ്റൊരു കാരണം കൊണ്ടല്ല, ഈശോ തന്ന ഈ മഹത്വം എൻ്റെ കയ്യിൽ നിന്ന് പോവരുത്, അതിനൊരു കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക.